ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒന്ന് സ്നേക്ക് പ്ലാന്റിനെ ഒന്ന് മാറ്റി ഒരു 5 ചട്ടികളിലോട്ട് ഞാനിതിനെ മാറ്റി നടുന്നതാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പം ഇത് ഓൾറെഡി ചട്ടിയിൽ ഇതിപ്പോൾ ഒരു 3 എണ്ണം ഇതിനകത്ത് വന്നിട്ടുണ്ട്. 2 വലുതും ഒരു ചെറുതും വന്നിട്ടുണ്ട്. അപ്പം എനിക്കൊരു 5 ചട്ടിയിലോട്ട് മാറ്റണം. അപ്പോൾ മുകളിൽ ഞാനിങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. തൂക്കിയിട്ടതിലും അത് ഫുള്ളായിട്ടുണ്ട്. അതിലൊരു 3 എണ്ണമെങ്കിലും ഉണ്ടാവും. അതും അപ്പോൾ ഇത് രണ്ടും ഒന്ന് എടുത്തിട്ട് ഞാനൊരു 5 ചട്ടിയിലോട്ടാണ് ഞാനിതിനെ മാറ്റി നടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ചട്ടിയൊക്കെ ഞാൻ അടിയിലൊക്കെ നല്ല പോലെ വെള്ളം പോകാനുള്ള പോലെയുള്ള നല്ല ഹോളുകളെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിന് ആവശ്യമുള്ളതെന്ന് പറയാനുള്ളത് പോട്ടി മിക്സ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് മണ്ണും മണലും മിക്സ് ചെയ്താണ്. പകുതി മണലും പകുതി മണ്ണും മിക്സ് ചെയ്തിട്ടുള്ള മണ്ണ് എടുക്കണം നമ്മൾ. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുന്നത്, അപ്പോൾ ഞാൻ ഈ ഒരു ചട്ടിയുടെ അളവിനാണ് മണ്ണിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 4/1 ഭാഗം, അതായത് ഒരു 1/4 ഭാഗം നമുക്ക് ചാണകപ്പൊടിയും കൂടെ ഇതിനകത്തോട്ട് ഞാൻ ചേർത്ത് കൊടുക്കും. പിന്നെ ഞാൻ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് മുട്ടയുടെ ഇപ്പോൾ ഒരു 10-15 മുട്ടയുടെ ഇത് പൊടിച്ചെടുത്താണ്, മുട്ടത്തോട് പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ്. അതും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കും. എന്നിട്ട് ഇത് നല്ലപോലെ എല്ലാം കൂടെ നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ നമുക്ക് ഇടാനുള്ള പോട്ടി മിക്സ് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ചട്ടി എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഞാൻ ഓടിൻ്റെ കഷ്ണങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടികയുടെ കഷ്ണം ഉണ്ടെങ്കിലും മതി. നമ്മുടെ മണ്ണിഷ്ടികയില്ല, അതിൻ്റെ കഷ്ണങ്ങളായാലും കുഴപ്പമില്ല. അത് നമ്മൾ താഴെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം എക്സ്ട്രാ വെള്ളങ്ങളെല്ലാം ഇത് വലിച്ചെടുക്കും. അപ്പം നമുക്ക് മുകളിൽ വെള്ളം കെട്ടിക്കിടക്കില്ല, വെള്ളത്തിനെ വലിച്ചെടുത്തോളും ഇത്. അപ്പോൾ നമ്മൾ താഴെ ഇങ്ങനെ ഇഷ്ടിക കട്ടകൾ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അത് ഇട്ട് കൊടുക്കുക. പിന്നെ അല്ലാതെ വെറുതെ ഏതെങ്കിലും ഒരു കല്ല് വാരിയിട്ടിട്ട് കാര്യമില്ല. ഇത് രണ്ടും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളം വലിച്ചെടുക്കാനുള്ള ഒരു ഇതും കൂടെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഓട്ടും കഷ്ണമോ അല്ലെങ്കിൽ ഇഷ്ടികക്കട്ടയോ അടിയിലോ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഓടാകുമ്പോൾ കുഴപ്പമില്ല, ഹോള് മറയാതെ തന്നെ നമുക്കിതിനെ വെറുതെ കമത്തി വെച്ച് കൊടുക്കാം കേട്ടോ. ഓടായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ നമുക്ക് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അത് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ അതിനകത്തോട്ട് ഞാൻ പിന്നെ കരിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. കരിയില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫുള്ളായിട്ട് തന്നെ ഞാൻ കരിയില ഇട്ട് കൊടുക്കും. എൻ്റെ കൈ കൊണ്ട് ഞാൻ നല്ലപോലെ പ്രസ് ചെയ്ത് താഴോട്ട് ഇത് ഇങ്ങനെ അമർത്തി കൊടുക്കും. പിന്നെ അതിനകത്ത് മാക്സിമം എത്ര കരിയില കയറും അത്രയും ഞാൻ അതിനകത്ത് ഇട്ട് കൊടുക്കും. എന്നിട്ടാണ് നമ്മൾ ഈ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ആ പോട്ടി മിക്സിനെ ഞാൻ നല്ലപോലെ ഒന്ന് ഇളക്കി തട്ടി ഞാൻ കൊടുക്കും. അത് അതിനകത്തോട്ടൊക്കെ കയറി പോകാനായിട്ട് കൊടുക്കും. അതിന് ശേഷം പിന്നെ ഞാൻ ഇതിനകത്തോട്ട് ഫുള്ളായിട്ട് തന്നെ ഞാൻ നിറയ്ക്കും. ഫുള്ളായിട്ട് നല്ല പോലെ നിറച്ച് വെക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വെള്ളം ആദ്യത്തെ ഒരു 2 ആഴ്ച നമ്മളിങ്ങനെ ഒത്തിരി വെള്ളം വാരി ഒഴിക്കേണ്ട. ഇതിനെ ഒന്ന് തെളിച്ച് കൊടുത്താൽ മതി. ഇതിങ്ങനെ ഒരാഴ്ച കഴിയുമ്പോൾ ഈ പോട്ടി മിക്സ് ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ നമ്മൾ കുറച്ച് പോട്ടി മിക്സ് ഇതിനകത്തോട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ ഒരു സമയമാകുമ്പോൾ കറക്റ്റ് എല്ലാ അളവായി കഴിയുമ്പോൾ പിന്നെ ഇത്രയും താഴോട്ട് എങ്ങനെ പോകില്ല, അത് സെറ്റായി ചെയ്തോളും. ഈ ചെടിയൊക്കെ താഴെ വെച്ചിട്ട് നമ്മൾ വളർത്തിയിട്ട് ഒരു കാര്യമില്ല. ഇത് മുകളിൽ തന്നെ നല്ലപോലെ സ്പ്രെഡായി ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ കാണാനാണ് ഭംഗി. അല്ലെങ്കിൽ ഇത്രയും വലിയ പാത്രത്തിലാണ് നിങ്ങൾ തയ്യാറാക്കുന്നത്, ഇതുപോലെ തന്നെ ചെയ്യണം. അല്ല നിങ്ങളിങ്ങനെ ഇച്ചിരി ചെറിയ വട്ടത്തിലുള്ള പാത്രത്തിലൊക്കെ ആണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഇതുകൾ ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പം ഇത് ഒക്കെ നമുക്ക് ഇത് നല്ല ഭംഗിയിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഇത് നമ്മൾ നല്ല കളർഫുള്ളായ പോട്ടിലോട്ട് നമ്മൾ ഇതിനെടുത്ത് വെക്കുവാണെങ്കിൽ ഇങ്ങനെ മുകളിൽ ഇതിങ്ങനെ നിറച്ചുണ്ടായി നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ മുന്നോട്ടുള്ള ഇത് ഞാൻ പിന്നീട് കാണിക്കുന്നതായിരിക്കും കേട്ടോ. ഇതൊന്ന് വളർന്നൊക്കെ വന്ന് കഴിഞ്ഞതിന് ശേഷം അപ്പം ഇതിങ്ങനെ നല്ലപോലെ മണ്ണ് നിറച്ചിട്ട് നമ്മളിതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബ്രാഞ്ചസൊക്കെ സൈഡിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ നമുക്കിങ്ങനെ പതുക്കെ ഇതിങ്ങനെ ചട്ടി നിറഞ്ഞു വരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ ഞാനിത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാണ് ഒരു ചട്ടി സെറ്റ് ചെയ്യാനായിട്ടുള്ളത്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ 4 ചട്ടികളും കൂടെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതേ സെയിം മെത്തേഡിൽ തന്നെ ഞാൻ ഇതിനകത്തോട്ട് ഓടിൻ്റെ കഷ്ണം ഇട്ട് കൊടുത്തു. പിന്നെ കരിയില ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പോട്ടി മിക്സ് കൊടുക്കുകയാണ്. അപ്പോൾ അത് തികയില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു സെറ്റും കൂടെ ഇതേപോലെ തന്നെ സെയിം മെത്തേഡിൽ നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കി എടുക്കണം. എന്നിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് നിറച്ച് കൊടുക്കണം. ഇതേപോലെ തന്നെ നമ്മൾ ചെടിയെ ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ 5 ചട്ടിയിൽ വലിയ ഇത് വലുതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലതും. പിന്നെ മദർ പ്ലാന്റിൻ്റെ പഴയ മദർ പ്ലാന്റാണ് ഈ കുറച്ചൊരു ഡാമേജ് ഉള്ള പോലെ നിൽക്കുന്നത്. പക്ഷേ അതിൻ്റെ സൈഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ അതും നല്ല വൃത്തിയായിക്കോളും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഉള്ളത് ഒരെണ്ണം അത്ര വിരിഞ്ഞിട്ടില്ല. അതിനെ ഞാൻ ഈ ചെറിയ പോട്ടിലോട്ട് തന്നെ വെക്കുകയാണ്. കാരണം അത് തൂക്കിയിട്ടിരിക്കുന്നതായിരുന്നു. അപ്പോൾ ആ സ്പേസിലോട്ട് നമുക്കത് വെക്കാം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. ആ മണ്ണിനൊന്ന് ഇളക്കിയിട്ട് കുറച്ച് പോട്ടി മിക്സ് കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 5 വലിയ പോട്ടിലോട്ടും ഒരു ചെറിയ പോട്ടിലോട്ടും ഞാനിത് മാറ്റിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഒരു 5-6 മാസം കഴിയുമ്പോൾ ഇതിൻ്റെ ആ ഒരു ഇത് ഞാൻ പിന്നീട് നിങ്ങളെ കാണിക്കുക. അത്ര ഭംഗിയായിരിക്കും ഇത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എല്ലാത്തിനും ഇതേ മെത്തേഡ് തന്നെയാണെന്ന് പറയില്ല, പക്ഷേ ഒരുവിധം ചെടികൾക്ക് എല്ലാം തന്നെ ഞാൻ ഇങ്ങനെ ഒരു പോട്ട് മിക്സാണ് തയ്യാറാക്കുന്നതും. ഇതും വളമെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഞാനിതൊന്നും കൊടുക്കുന്നില്ല. ഞാൻ ഇതിൻ്റെ ഈ പോട്ട് മിക്സ് തന്നെ തയ്യാറാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് എല്ലാ ചെടികൾക്കും കുറേശ്ശെ ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് പതിവ് കേട്ടോ. എനിക്ക് വലിയ കുഴപ്പമില്ലാതെ തന്നെ എല്ലാ ചെടികളും നല്ല രീതിയിൽ തന്നെ എനിക്ക് ഇത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.